ഇല്ല, ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചായിരുന്നു. കണ്ടായിരുന്നു പുള്ളി പടം കണ്ടോ? അവൻ കണ്ടിട്ടില്ല, പക്ഷെ എന്ന് പറഞ്ഞ ഒരു താല്പര്യം ഇല്ല. എന്നാലും ഓക്കെ പറഞ്ഞു രണ്ട് തട്ടടി എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിന്റെ ഡയറക്ടർ വിപിൻ ചേട്ടൻ, അദ്ദേഹമാണ് ജയ ജയ ഒക്കെ ഡയറക്ട് ചെയ്ത ആളാണ് വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടന്റെ 4ാമത്തെ സിനിമയാണത്. നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർ ഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവേയിങ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. ഇത് വിപിൻ ചേട്ടന്റെ വൈഫാണ്, ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആണ് അശ്വതി. ഇത് വിപിൻ ചേട്ടന്റെ മോള് ഈശക്കുട്ടി. ഇതാ അഴകിയ ലൈല ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അനിയനായിട്ട് അഭിനയിച്ച സാഫ്, മായമ്പുട്ടി. ഇത് ആഷിക്ക് കൂട്ടുകാരനായിട്ട് അഭിനയിച്ചാണ്. ഇത് സിജു സണ്ണി, മറ്റൊരു സുഹൃത്ത്. ഇതാ സൈക്കോ ജോർജ്, ജോമോൻ, കിളി സയൻസ് ജോമോൻ. കണ്ടില്ല, സോറി. എനിക്ക് ആരെ സഹായപ്പെട്ട ഞാൻ. പിന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്ക, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസില്. ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡോണിന്റെ മറ്റേ ശരവണന്റെ ഡോണിന്റെ വലങ്കൈ, അത് വലങ്കൈ അപ്പുറത്ത്. റിനി ചേട്ടൻ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും എല്ലാവരും ഒരുമിച്ച് ഇവിടെ തിയേറ്ററിൽ വന്ന് ഇങ്ങനൊരു നല്ലൊരു പടങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്. വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ എല്ലാവരും താങ്ക് യു. കുറച്ച് വൈഡായിട്ട് കിടക്കും. നമസ്കാരം. താങ്ക് യു. സിനിമ നിറഞ്ഞ സദസ്സുകളിലോടുന്നു. ഭയങ്കര സന്തോഷം. തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷം. അപ്പോൾ എന്തായാലും ഭയങ്കര പാക്ഡായിട്ട് ആൾക്കാർ എല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിരുന്ന സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ സമയമെടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. വിജയനാണെങ്കിലും കുറേ കാലം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി അതെല്ലാം ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. പ്രേക്ഷകരുടെ അഭിപ്രായം നേരിട്ട് അറിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? അതാണ് നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കുള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത്. അപ്പോൾ ആൾക്കാർ കൈയടിച്ചിട്ടാണ് സിനിമ കാണുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല. നമ്മൾ കുറേ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ അത് ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് ഈ സിനിമയുടെ ശരിക്കുള്ള. രാജുവേട്ടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? പടം കണ്ടോ രാജുവേട്ടൻ? പടം റിലീസിന്റെ മുമ്പ് കണ്ടു. റിലീസിന് ശേഷം റിലീസിന് ശേഷം കണ്ടിട്ടില്ല. ഷൂട്ടിലാണ്. കമന്റുകളിലെല്ലാം ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണോ ബേസിലാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം എന്താ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പം ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിന് വിഷമമായിട്ട് അവൻ എന്താ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. ഇല്ല, ധ്യാൻ ഇന്നലെ ഞാൻ വായിച്ചിരുന്നു. ഇല്ല, ധ്യാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചായിരുന്നു. കണ്ടായിരുന്നു പുള്ളി പടം കണ്ടോ? അവൻ കണ്ടിട്ടില്ല, പക്ഷെ എന്ന് പറഞ്ഞ ഒരു താല്പര്യം ഇല്ല. എന്നാലും ഓക്കേടാ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിഖില എന്തെങ്കിലും പറഞ്ഞു രണ്ട് തല്ലടി ഒരേ സാധനം